You are listening to Kathagram with Neetu M. Eldos. Kathagram, stories alive. It was 6 p.m. in a dense forest near Rishikesh. The light was fading, the sounds of the jungle growing louder, and I realized our guide did not know the way. My heart raced as I imagined every worst-case scenario. But let's rewind a bit to how I ended up here in the first place. ആദ്യമായിട്ട് ജോലി കിട്ടിയ സമയം അങ്ങ് ഡൽഹിയിൽ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങിയതിൻ്റെ അഹങ്കാരത്തിൽ ആരോടും പറയാതെ ഒരു സോളോ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് സോളോ ട്രിപ്പ് എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വെറുതെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. അന്നൊക്കെ ഗേൾസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതൊന്നും വാസന്റ് എ പോപ്പുലർ തിങ് ടു ഡു. വീട്ടിലെങ്ങാനും പറഞ്ഞാൽ പിന്നെ തീർന്നു. I belong to a very conservative Christian family and I'm sure you all know how mothers are. ടെൻഷൻ അടിക്കുന്ന കാര്യത്തിൽ എൻ്റെ അമ്മയും ഒട്ടും മോശമായിരുന്നില്ല. ഏർലി 20s, നമ്മുടെ പ്രേമം സിനിമയിലൊക്കെ പറയുന്നത് പോലെ കട്ട ചോരത്തിളപ്പ്. എന്തും ചെയ്യാം എന്നുള്ള അഹങ്കാരമൊക്കെ മൂർധസ്ഥായിലായി നിൽക്കുന്ന സമയം. എങ്ങോട്ട് പോകണമെന്ന് കൂടുതലൊന്നും ആലോചിച്ചില്ല. എന്തോ ഋഷികേശിലേക്ക് പോകാം എന്ന് തോന്നി. ഇപ്പം ആലോചിക്കുമ്പോൾ മേ ബി ഇറ്റ് വാസ് ഈസി ടു കമ്മ്യൂട്ട് ആൻഡ് ഇറ്റ് വാസ് എ ടൂറിസ്റ്റി പ്ലേസ് ആൻഡ് ഐ ന്യൂ ദാറ്റ് ഐ വോണ്ട് ബി അലോൺ. ഡൽഹിയിൽ നിന്ന് ഒരു ഓവർനൈറ്റ് ജേർണി. മുട്ടൻ റീസർച്ചൊക്കെ ചെയ്ത് ഐ സെറ്റ് ഔട്ട് ഫോർ മൈ ട്രിപ്പ്. അങ്ങനെ ഋഷികേശിലെത്തി. ആദ്യത്തെ ദിവസം ഡ്രമാറ്റിക് സംഭവങ്ങളൊക്കെ ആയിരുന്നു, ബട്ട് ദാറ്റ് സ്റ്റോറി ഈസ് ഫോർ ലേറ്റർ. അങ്ങനെ സെക്കൻഡ് ഡേ ഇൻ ഋഷികേശ്. ഐ ഡിസൈഡഡ് ടു ഗോ ഓൺ എ ഷോർട്ട് ട്രെക്ക് ടു നീൽകണ്ഠ് മഹാദേവ് ടെമ്പിൾ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോവല്ലേ, അപ്പോൾ ഒരു ലോക്കൽ ഗൈഡിനെയൊക്കെ കണ്ടുപിടിച്ചു. റാം മനോഹർ ലാൽ. വലിയ പേരൊക്കെ ആണെങ്കിലും കണ്ടാൽ പാവം തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ ചേട്ടൻ. സെക്കൻഡ് ഡേ എൻ്റെ സ്റ്റേ ഒരു ജംഗിൾ ക്യാമ്പിലായിരുന്നു. ഐ ഹാഡ് മെയ്ഡ് സം ബുക്കിംഗ്സ് ഇൻ വൺ ഓഫ് ദി ജംഗിൾ ക്യാമ്പ്സ്. ഇത് ഇപ്പോഴത്തെ NGT റൂൾസൊക്കെ വരുന്നതിന് കുറേ കാലം മുമ്പാണ്. അങ്ങനെ ഐ മെറ്റ് റാം മനോഹർ ലാൽ അറൗണ്ട് ആഫ്റ്റർനൂൺ. നീൽകണ്ഠ് ടെമ്പിൾ ഒരു ഷോർട്ട് ഹൈക്കാണ് ആൻഡ് ഹി സജസ്റ്റഡ് നമുക്ക് ട്രെക്ക് ചെയ്ത് എൻ്റെ റിവർ സൈഡ് ജംഗിൾ ക്യാമ്പിൽ പോകാമെന്ന് പറഞ്ഞു. അതൊരു നല്ല പ്ലാനാണെന്ന് എനിക്കും തോന്നി. അപ്പോൾ ഇനി ജംഗിൾ ക്യാമ്പിലേക്ക് പോകാൻ എക്സ്ട്രാ പൈസ മുടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അങ്ങനെ ട്രെക്ക് ചെയ്ത് നമ്മൾ നീൽകണ്ഠ് മഹാദേവ് ടെമ്പിളിലെത്തി. ഐ വാസ് ഇൻ പ്ലാനിങ് ടു ഗെറ്റ് ഇൻ സൈഡ് ദ ടെമ്പിൾ, ബട്ട് ദെൻ ഹി ഇൻസിസ്റ്റഡ്. ഇതുവരെ വന്നിട്ട് അമ്പലം കാണാതെ പോകുന്നത് ശരിയാണോ എന്നായി രാം മനോഹർ ലാൽ. ആള് ഭയങ്കര ശിവഭക്തനാണ്. ഫൈനലി ഐ സക്കം ടു ഹിസ് റിക്വസ്റ്റ് ആൻഡ് ടു ബി ഓണസ്റ്റ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ശിവ ടെമ്പിൾ. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഏതാണ്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വി കെയിം ഔട്ട് ഓഫ് ദി ടെമ്പിൾ, ഹാഡ് സം ടീ ആൻഡ് ഡിസൈഡഡ് ടു വാക്ക് അഗെയിൻ. ഇനി ഏതൊക്കെയോ കൊടും കാടിനുള്ളിലൂടെ കടന്നു പോയിട്ട് വേണം എൻ്റെ ക്യാമ്പിംഗ് സൈറ്റിൽ എത്താൻ. ഹിൽസിലൊക്കെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് അങ്ങ് ഇരുട്ടാകും. ഒരു 5:30-6 മണിയാവുമ്പോഴത്തേക്കും ഏതാണ്ട് 7-8 മണിയുടെ ഒരു പ്രതീതിയാണ്. അന്ന് ഇതൊന്നും നമുക്കറിയത്തില്ല. ഫസ്റ്റ് സോളോ ട്രിപ്പൊക്കെ അല്ലേ, മിസ്റ്റേക്സ് ആർ ബൗണ്ട് ടു ഹാപ്പൻ. അങ്ങനെ ഞാനും നമ്മുടെ ഗൈഡ് ചേട്ടനും കൂടി യാത്ര തുടങ്ങി. നല്ല രസത്തിൽ വർത്തമാനവും കഥയും ഒക്കെ പറഞ്ഞിട്ടുള്ള നടപ്പാണ്. പെട്ടെന്നങ്ങ് ഇരുട്ടായി തുടങ്ങി. വൈകുന്നേരം ഏതാണ്ട് 5:30 മണിയായി കാണും. നമ്മൾ എത്താറായോ ഞാൻ ചോദിച്ചു. ജൽദി പോൺ ജായെങ്കിൽ മാഡം, ദേ ഇപ്പോൾ എത്തും, റാം മനോഹർ ലാൽ ചേട്ടൻ പറഞ്ഞു. പക്ഷെ നടന്നിട്ടും എങ്ങും എത്തുന്നില്ല. ചെറുതായിട്ട് മനസ്സിലൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി. അടുത്തെങ്ങും ആരുമില്ല. വിജനമായ കാട്. ചീവീടുകൾ ഘോരഘോരം അലറാൻ തുടങ്ങി. ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കി. സമയം ഏതാണ്ട് 6 മണി കഴിഞ്ഞു. ചേട്ടാ, നമുക്ക് വഴി തെറ്റിയോ? യു നോ ദ വേ റൈറ്റ്? नहीं मैडम, हम अभी पहुंच जाएंगे. He reassured that we will reach soon. അങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. വെളിച്ചം ഇല്ലാതെയായി തുടങ്ങി. മൊബൈലിൻ്റെ വെട്ടത്തിലാണ് നടക്കുന്നത്. ഭാഗ്യത്തിന് അന്ന് പൂർണ്ണിമയായിരുന്നു. നല്ല നിലാവെളിച്ചമുണ്ടായിരുന്നു. Lost in that forest, my mind ran wild with fears. The thought of wild animals crossed my mind. ആനയും കരടിയും ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഇറങ്ങാറുണ്ട്, റാം മനോഹർ ലാൽ ചേട്ടൻ പറഞ്ഞു. അതോടെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഐ കുഡ് ഹിയർ മൈ ഹാർട്ട് ക്രൈയിങ് ഔട്ട് ലൗഡ് ഇൻ മൈ ഇയേഴ്സ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ ഫിഗേർഡ് ദാറ്റ് ഹി ലോസ്റ്റ് ഹിസ് വേ. രാത്രിയായപ്പോൾ പുള്ളിക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. ബട്ട് ഹി വാസ് ട്രൈങ് ടു ആക്ട് വെരി കോൺഫിഡൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്നും മനസ്സിൽ ആദ്യം വരുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണ്. ചോരത്തിളപ്പ് കെട്ടിടങ്ങിയ എൻ്റെ മനസ്സ് കൂലംകുഷമായി ചിന്തകൾ നെയ്തു തുടങ്ങി. മേ ബി ഹി ഹാസ് അൾട്ടീരിയർ മോട്ടീവ്സ്.
പാവത്താനെ പോലിരിക്കുന്ന റാം മനോഹർ ചേട്ടന് എൻ്റെ മനസ്സിൽ പല പരിവേഷങ്ങളും ഉണ്ടായി. അതങ്ങ് ജോസ് പ്രകാശിൽ തുടങ്ങി സൈക്കോ കില്ലറിലും തീരാതെ അലയടിച്ചുയർന്നു. നമ്മളെപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എസ്പെഷ്യലി വെൻ യു ആർ എ ഗേൾ. ഐ തോട്ട് ഹി വാസ് ട്രൈങ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് മീ. മൊബൈലിൽ നെറ്റ്വർക്കും ഇല്ല, ചാർജും തീരാറായി. ഞാൻ ഉറപ്പിച്ചു, ഇങ്ങനെയാണ് എൻ്റെ അവസാനം. ഒന്നില്ലെങ്കിൽ ആന ചവിട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കരടി അറ്റാക്ക്, ഓർ ദ വേർസ്റ്റ് കേസ് സിനാരിയോ മേ ബി ദിസ് ഗൈ മൈറ്റ് ആസ് വെൽ റേപ്പ് മീ. പിന്നെ ഇതൊന്നും പോരാണ്ട് ഇനി നാളെ പത്രത്തിൽ വാർത്ത വരും, മല്ലു ഗേൾ ഫൗണ്ട് റേപ്ഡ് ഇൻ ഋഷികേശ് ജംഗിൾ. My monkey mind started playing tricks on me. I should have listened to my mom and dad. Should have never traveled alone. ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയാമായിരുന്നു. Finally, I mustered courage and asked Ram Manohar Lal, "Bhaiya, aapko meri rape karne ka koi plan to nahi hai na?" എന്ന് വെച്ചാൽ ചേട്ടൻ എന്നെ റേപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന്. എൻ്റെ ചോദ്യം കേട്ട് പുള്ളി അത് നടത്തവങ്ങ് നിർത്തി. He was shocked. His face fell and was almost in tears. "Madam, I have guided so many travelers and no one has ever doubted me like this," he said, his voice breaking slightly. In that moment, I realized my fear has turned him into someone he wasn't. Madam, എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നി? It's true that I have lost my way and I'm confused now. ഇനി എന്തൊക്കെ വന്നാലും മാഡത്തിനെ ഞാൻ ക്യാമ്പിൽ എത്തിച്ചിരിക്കും. ഈ മേരി വാദ ഹൈ. Full sentimental dialogues. ഞാൻ ആകെ ഇനി എന്ത് പറയണമെന്നറിയാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. Then I told him that I am genuinely scared and there is no network in my mobile and we are not reaching anywhere and I am unable to get hold of my negative thoughts. പിന്നെ പുള്ളി അങ്ങ് മെലോ ഡൗൺ ആയി. He understood me and promised that he will make sure that I reach the jungle camp safe and in one piece. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും we could hear vehicles and we knew that we are closer to the roads. We started walking faster and finally we found the highway. അവിടെ നിന്നും കുറച്ചധികം ദൂരമുണ്ട് ജംഗിൾ ക്യാമ്പിലേക്ക്. പെട്ടെന്നൊരു വണ്ടിയുടെ ശബ്ദം കേട്ടു. നമ്മുടെ നാട്ടിലെ കള്ളുവണ്ടി പോലത്തെ ഒരു ട്രക്ക്. അതിൽ നിന്നൊരു 4-5 ലോക്കൽ ചേട്ടന്മാരും. They stopped the truck seeing me. എൻ്റെ വേഷഭൂഷാദികളൊക്കെ കണ്ട് they figured that I'm not a local and they were definitely taking me out. ഈ പുലിയെ കാണുമ്പോൾ നമ്മളും നമ്മളെ കാണുമ്പോൾ പുലിയും പേടിക്കും എന്ന് പറയുന്നത് പോലെ മൈ ഫിയർ സ്റ്റാർട്ടഡ് കമ്മിങ് ബാക്ക്. ഇത്ര നേരവും ഒരാൾ ഉപദ്രവിക്കുമെന്നുള്ള പേടിയായിരുന്നു. ഇപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗാങ് റേപ്പ് അപ്പ് ഹിൽസ്. മൈ ഹാർട്ട് സ്റ്റാർട്ടഡ് പൗണ്ടിങ് അഗൈൻ. അവർ പറഞ്ഞു ദേ ക്യാൻ ഗിവ് us a ride if I am okay to go behind the open truck. നമുക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. വി ഗോട്ട് ഇൻ. റാം മനോഹർ ലാൽ അവരുടെ കൂടെ മുന്നിലും ഞാൻ ഓപ്പൺ ട്രക്കിൻ്റെ പുറകിലും. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ഞാൻ മുകളിലേക്ക് നോക്കി. ഒരുപാട് നക്ഷത്രങ്ങളും പൂർണ്ണചന്ദ്രനുമുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാറി നൈറ്റായിരുന്നു അന്ന്. തണുത്ത കാറ്റിൽ കുറച്ച് നേരത്തേക്ക് I forgot about my fears. I thanked the stars for keeping me alive. And finally they dropped me safely at the jungle camp around 8:30 p.m. തിരിച്ചു പോകാൻ നേരത്തെ റാം മനോഹർ ലാൽ ചേട്ടൻ്റെ കണ്ണുകളിൽ ഒരു നനവുണ്ടായിരുന്നു. He told me that I could call him for anything anytime I visit Rishikesh. ഈ ലോകത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ യാത്രകളാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, നമുക്കറിയാത്ത ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ലോകത്ത് നല്ല മനുഷ്യന്മാർ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. People are generally good, but sometimes it's the circumstances that make them do things. എന്ന് വെച്ച് this doesn't mean that you can make rash decisions without applying common sense. I just got lucky that day and thank God those men helped me. Travel teaches you many things. That night I learned too. Fear can distort the truth and kindness often comes from unexpected places. Lost in that forest, my mind ran wild with fears. But looking back, it wasn't the jungle or Ram Manohar Lal that scared me. It was my own doubts about trusting people. In the end, he wasn't a threat. He was just as human as I was, navigating uncertainty in his own way, just like you and me. And that's all from me today. We'll be back next week with another story, another path, and perhaps another piece of the puzzle. Until then, keep dreaming, keep walking, and remember, some destinations aren't found on the maps.
You are listening to Kathagram with Neetu M. Eldos. Kathagram, stories are life. The views and opinions expressed in Kathagram are solely those of the host. They do not reflect the views of any organizations or affiliations. This podcast is for entertainment purposes only. We invite you to listen with openness and curiosity. Kathagram, stories are life.